സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പാറ്റ പ്രയോഗം നടത്തുന്നു. എന്നാൽ പിന്നീട് നടന്നത് ഒരു ചരിത്രമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന ഡിജിറ്റൽ പ്രസ്ഥാനം. ഇതൊരു വെറും കുട്ടിക്കളിയോ തമാശയോ ട്രോളോ അല്ല, മറിച്ച് സിസ്റ്റത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ ജൻസി പിള്ളേർ ഏറ്റെടുത്ത ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റായാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യൻ സോഷ്യൽ മീഡിയയെ മൊത്തം ഉലച്ചുകൊണ്ടാണ് ഒരു പുതിയ ഡിജിറ്റൽ പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 14.5 മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്തിട്ടുള്ളത്. ജൻസികളെ മുൻനിർത്തി തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഇൻസ്റ്റാ ഹാൻഡിലിന്റെ ഫോളോവേഴ്സ് ഇനിയും ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പാറ്റ പരാമർശമാണ് CJP രൂപീകരണത്തിലേക്ക് വഴിവെച്ചത്. വ്യാജ ബിരുദങ്ങൾ കാണിച്ച് ആക്ടിവിസവും ജേർണലിസവും നടത്തുന്ന ചില യുവാക്കളെ അദ്ദേഹം പാറ്റകളോട് ഉപമിച്ചു. തൊഴിലില്ലാത്ത ഒരു കൂട്ടം യുവാക്കളാണ് ആക്ടിവിസ്റ്റുകളായി മാറി സിസ്റ്റത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ തൊഴിലില്ലായ്മയും പരീക്ഷാ തട്ടിപ്പുകളും കാരണം രാജ്യം മുഴുവൻ യുവാക്കൾ ബുദ്ധിമുട്ടുമ്പോൾ അവരെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയായാണ് ഇവർ ഇതിനെ നോക്കിക്കണ്ടത്. മുൻ ആം ആദ്മി പാർട്ടി മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ അഭിജിത്ത് ദീപ് കെ എന്ന 30-കാരൻ അല്ലെങ്കിൽ എല്ലാ പാറ്റകൾക്കും ഒരുമിച്ച് ചേർന്നൂടെ എന്ന് ചോദിച്ച് 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പേജും വെബ്സൈറ്റും തുടങ്ങി. സംഭവം വിവാദമായതോടെ ചീഫ് ജസ്റ്റിസ് വിശദീകരണവുമായി രംഗത്തെത്തി. വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തും മറ്റും എത്തുന്നവരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും രാജ്യത്തെ യുവാക്കളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ യുവാക്കൾ ഈ പ്രസ്ഥാനവുമായി മുന്നോട്ടു പോവുകയാണ്. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന ടാഗ്ലൈനോടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലക്ഷക്കണക്കിന് യുവാക്കളാണ് മിനിറ്റുകൾക്കകം മെമ്പർമാരായത്. മഹുവ മൊയ്ത്രെ അടക്കമുള്ള മുഴുവൻ സമയ രാഷ്ട്രീയക്കാരും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. അതേസമയം നേപ്പാളിലെ പോലെ ഇതൊരു വലിയ ജൻസി ഇഷ്യൂ ആകുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് എളുപ്പമല്ലെങ്കിലും അത്യാവശ്യം വലിയൊരു മാസ് പ്രൊട്ടസ്റ്റ് ഇവർ നടത്തിയാൽ അതിന് ലഭിക്കുക വൻ ഇമ്പാക്റ്റ് ആയിരിക്കും. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്.